ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ മൺഡേ ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനി എല്ലാ ആഴ്ചയും വീക്ക്ലി പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് അതുപോലെ കുറച്ച് മൈൻഡ് സെറ്റ് ഗെയിം മീൻസ് മെന്റലി നമ്മൾ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആവാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ നെക്സ്റ്റ് വീക്കിൽ എൻ്റെ ട്രേഡ് പ്ലാൻ, ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ എല്ലാ ശനിയാഴ്ചയും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്ത് തന്നെ ചെയ്യേണ്ടത്. കാരണം ഞാൻ നോർമലി ശനിയാഴ്ച വരാറില്ല, ഭയങ്കര മടിച്ചിട്ട് നോർമലി മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യാറാണ്. ശനിയാഴ്ച കുറെ മുന്നേ ഒക്കെ നോക്കിയിരുന്നു, ഇപ്പോൾ കണ്ടന്റ്സ് ഒക്കെ ഇടാൻ മടിയായിട്ട് വരാറില്ലായിരുന്നു. പിന്നെ അപ്പം ഒരുപാട് യൂട്യൂബിൽ നമുക്ക് വ്യൂ ചെയ്യുന്ന ആളുകളുണ്ട്, സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്ന ആളുകളുണ്ട്, സ്നേഹം തരുന്ന ആളുകളുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കുന്ന രീതിയിൽ ഇത് കാണുന്ന ആളുകൾക്ക്, ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കും ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു മൈൻഡ് എങ്ങനെയായിരിക്കും, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ ഒരു ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകും. അപ്പോൾ ഉപകാരപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോക്ക് ലൈക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്തോളൂ. ഒരുപാട് ആളുകൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത ആളുകളും ഉണ്ട്. ഒന്ന് സപ്പോർട്ട് ചെയ്ത് പോകട്ടെ. നമുക്ക് ഇനി എല്ലാ ആഴ്ചയും ഇങ്ങനെ ഒരു കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുക, കസ്റ്റം റേഞ്ചിലൂടെ കാണാം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡേറ്റ് നമുക്ക് ജസ്റ്റ് കൊടുക്കുക. കഴിഞ്ഞ വീക്കിലുള്ള ഡേറ്റ് ജൂൺ 1 മൺഡേ ടു ജൂൺ സാറ്റർഡേ വരെ അല്ലേ, ഫ്രൈഡേ വരെ ഉണ്ടാവുള്ളൂ മാർക്കറ്റ്. ജനറേറ്റ് ലിങ്ക് കൊടുത്താൽ ലിങ്ക് ജനറേറ്റ് സക്സസ്ഫുള്ളി എന്ന് ഇവിടെ കാണിക്കും. ജസ്റ്റ് പ്രീവ്യൂ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും നമ്മുടെ മൊത്തത്തിലുള്ള ടോട്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ 30,000 റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ട്. ഇതിൽ 3 ദിവസം ലോസും 2 ദിവസം പ്രോഫിറ്റും ഉള്ളൂ. പക്ഷേ പ്രോഫിറ്റ് കിട്ടുന്ന ദിവസം മാക്സിമം കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി. അറിയാമെന്ന് വിചാരിക്കും, കണ്ടന്റ് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് അതിൽ കിട്ടിയതിൽ ഈ ബ്രോക്കറേജും കൂടെ കുറക്കാണ്ട് കേട്ടോ. ബ്രോക്കറേജും കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് ഇതിൽ വരിക. മീൻസ് ലോസ് കാണിക്കില്ല. അപ്പോൾ അതും കൂടി കുറച്ച് കുറയും. 30,000 ഉണ്ടാവില്ല, അതിനേക്കാൾ കുറച്ച് താഴേക്ക്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഇവിടെ നമ്മൾ വീക്കിലി ജേണൽ പ്രിപ്പയർ ചെയ്താലും ആ സെയിം എമൗണ്ട് ആയിരിക്കും. ബ്രോക്കറേജ് കുറച്ചും കൂടെ കുറയുന്നുള്ളതാണ്. അപ്പം ഇത് എന്തിനാണ് ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് വീക്കിലി ചിലപ്പോൾ ഈ അടുത്ത ആഴ്ചത്തെ അവസ്ഥ എനിക്കറിയില്ല. അടുത്ത ആഴ്ച ചിലപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും നഷ്ടങ്ങളായിരിക്കാം. ചിലപ്പം ഫുള്ള് 5 ദിവസം ലോസ്, അതും 3 SL ആണല്ലോ മാക്സിമം നമ്മുടെ റൂൾ അനുസരിച്ചിട്ടുള്ള. ആ 3 വന്നാൽ 45,000 50,000 അടുത്ത് എനിക്ക് ലോസും വരും കേട്ടോ. മാക്സിമം ഒരാഴ്ച സംഭവിക്കാൻ പോകുന്ന എൻ്റെ നഷ്ടം 50,000 രൂപയാണ്. പക്ഷേ എനിക്കറിയാം മാക്സിമം ഒരു എത്ര ട്രേഡ് ചെയ്യുമ്പോഴാണ് ഏകദേശം ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 20 ട്രേഡ് ചെയ്യുമ്പോൾ എങ്ങനെയായാലും എനിക്ക് എത്ര ട്രേഡ് ടാർഗറ്റ് അടിക്കുന്നൊക്കെ ഒരു ബേസിക് ഐഡിയ ഉണ്ട്, എനിക്ക് ഉണ്ടാവാറുണ്ട്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവാറുള്ളത് എന്നുകൂടെ നമ്മൾ പറയാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൽ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് സിമ്പിളായി തോന്നാമെങ്കിലും ജേർണലിംഗ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഞാൻ ഇത് മാത്രമല്ല ജേർണൽ, ഞാൻ നോട്ട്ബുക്കിൽ എഴുതാറുണ്ട്. നോട്ട്ബുക്കിൽ എഴുതാറുണ്ട് പുതിയ ലോജിക്കുകൾ എന്തൊക്കെയാണ് എഴുതാറുണ്ട്, മാർക്കറ്റിൽ വരുന്ന പുതിയ ഐഡിയകൾ. നമുക്ക് ഒരുപാട് ടൈം ഉണ്ടല്ലോ, നമ്മൾ അധികം സമയം ട്രേഡിങ്ങില്ല, ബാക്കിയുള്ള സമയങ്ങൾ എഴുതാൻ സമയമുണ്ട്. അതിൽ ഞാൻ ഇതിനൊരു ഉപകാരം എന്താ വെച്ചാൽ, ജേർണലിങ്ങിൻ്റെ ഒരു ഉപകാരം, നമ്മളൊരു ട്രേഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു ഒരു ഒരു റിഫ്ലക്സ് റിയാക്ഷൻ ഉണ്ടാവും നമ്മുടെ ബ്രെയിൻ, അടുത്തെടുത്ത് നോക്കുക, അത് ലോസ് കവർ ചെയ്യണം എന്നുള്ള ആ ഒരു ഇതിനൊന്ന് കാം ഡൗൺ ചെയ്യാൻ വേണ്ടി ആദ്യം ഒന്ന് എക്സലിൽ എഴുതും. പിന്നെ ഒരു നോട്ടിൽ ഞാൻ എഴുതി വെക്കും എന്തുകൊണ്ടാണ് ട്രേഡ് എടുത്ത് എത്ര ലോസ് വന്നത്, എന്താണ് എൻട്രി റീസൺ, ഐഡിയ എന്തായിരുന്നു. അതുപോലെ പിന്നെ നോട്ട്ബുക്കിൽ എഴുതി എക്സ്ട്രാ എന്തെങ്കിലും എഴുതി വെക്കും. എനിക്ക് മാർക്കറ്റിൽ മൂവ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു തോന്നലുണ്ടായി, അല്ലെങ്കിൽ മാർക്കറ്റ് അങ്ങനെ മൂവ് ചെയ്തു എന്നുള്ള എന്തെങ്കിലും ചിന്തകളും കൂടെ എഴുതി വെക്കാറുണ്ട് ഞാൻ. അപ്പോൾ അതൊക്കെ എനിക്ക് എൻ്റെ ഒരു ട്രേഡ് നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലോ ടാർഗറ്റ് ഹിറ്റ് ചെയ്താലോ ഉള്ളൊരു ഒരു ഡോപ്പമിനോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ബ്രെയിൻ്റെ ഒരു റിയാക്ഷനോ ഈ കാര്യത്തിന് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആവാറുണ്ട്. എൻ്റെ ട്രേഡിൻ്റെ ഞാൻ ചെയ്ത കഴിഞ്ഞ ആഴ്ചത്തെ മൊത്തം എന്തൊക്കെ ചെയ്തതെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ നിർബന്ധമായിട്ടും ഏതൊരു ട്രേഡറും ഇത് എഴുതി വെക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ഇതിൽ പോകാൻ പറ്റില്ല. അത് പല ആളുകളും ഞാൻ ചെയ്യാറില്ല എന്നൊക്കെ പറയും, പക്ഷേ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളത് മനസ്സിലാക്കുക. കാരണം ഇത് നിങ്ങൾ വിചാരിക്കുക ഒരു സിമ്പിൾ കാര്യമാണ്, പക്ഷേ ഭയങ്കര എഫക്റ്റീവാണ്. അതൊന്ന് ചെയ്ത് നോക്കുക, ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ വേറൊരു പോയിന്റ് റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞ സാധനം, അത് പിന്നെ ഞാൻ എൻ്റെ വീഡിയോ കാണുമ്പോൾ പറയാം, ഞാൻ എടുക്കുന്ന റിസ്ക് റിവാർഡ് 1:5 അല്ലെങ്കിൽ 6-7 ഒക്കെ ആയിരിക്കും. അത് അങ്ങനെ തന്നെ എടുക്കണമെന്നില്ല, മിനിമം ഒരു 1:1 അല്ല 2 എബോവ് ബെറ്റർ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സ്ട്രാറ്റജിക്ക് അനുസരിച്ച് മിനിമം നഷ്ടം ഒരു 1000 ആണെങ്കിൽ 2000 എങ്കിലും ലാഭം എടുക്കുന്ന രീതിയിൽ ട്രേഡ് അറ്റംപ്റ്റ് ചെയ്യാം. അല്ലാത്തത് ചെയ്യാതിരിക്കുകയായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. അതാണ് കുറച്ചും കൂടി ബെറ്റർ ആയി എനിക്ക് തോന്നിയത്. 1:5 എടുക്കണമെന്നോ 10 എടുക്കണമെന്നോ ഒന്നുമില്ല, മിനിമം 1:1 എബോവ് മിനിമം ഉണ്ടാവുക എന്നുള്ളത് നല്ലതാണ്. ഓക്കെ. അല്ലാത്ത ട്രേഡുകൾ ചെയ്യാതിരിക്കുക, പോലെ ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക. ഒരു ദിവസം മാക്സിമം നമ്മുടെ ട്രേഡിനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം കൂടി ചെയ്യുക. മാക്സിമം 1-2 എന്ന് വെച്ചാൽ അവിടെ ബ്രേക്ക് ചെയ്ത് ശേഷം ഷട്ട് ഡൗൺ ചെയ്ത് പോവുക. പിന്നെ നാളെ വന്ന് നമുക്ക് റിസൾട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ അതിന് തന്നെ വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ക്യാപിറ്റൽ വാഷ് ഔട്ട് ചെയ്യും. അപ്പോൾ അതും കൂടെ ബ്രെയിനിൽ വെക്കുക. പിന്നെ ഒരു സൈസിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. സൈസിങ് അതായത് നമ്മളെ ട്രേഡ് എടുക്കുന്നതിൻ്റെ എൻ്റെ ഒരു സൈസിങ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഞാൻ
ഒരു ലോട്ട് ചെയ്യാൻ 65,000 ക്യാപിറ്റലാണ് യൂസ് ചെയ്യുക. 65,000 ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ തുടർച്ചയായിട്ട് 40 SL വന്നു കഴിഞ്ഞാലും എനിക്ക് ട്രേഡ് ചെയ്യാനുള്ള ഫണ്ട് എൻ്റെ ക്യാപിറ്റൽ എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിലുണ്ടാവും. അതുകൊണ്ട് എന്താ വെച്ചാൽ എനിക്ക് ഇമോഷണലി അങ്ങനെ വലിയ പ്രഷർ വരില്ല. ഒരാളുടെ ഫണ്ട് വാങ്ങി ചെയ്യുക അല്ലെങ്കിൽ വേറെ അതൊന്നും ഞാൻ ചെയ്യാറില്ല. എൻ്റെ സ്വന്തം പൈസ കൊണ്ട് ഞാൻ ട്രേഡ് ചെയ്യും. എനിക്കറിയാം അടുത്ത 40 ട്രേഡ് നഷ്ടം വന്നാലും എനിക്ക് ട്രേഡ് ചെയ്യാനുള്ള ഫണ്ട് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട എൻ്റെ ലോസിന് പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ 40 ലോസ് എന്ന് പറഞ്ഞത്. നിങ്ങളുടെ ഓരോരുത്തരുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണ് അതിനനുസരിച്ച് അത് ഡിസൈൻ ചെയ്യാം. അപ്പോൾ എനിക്കറിയാം എൻ്റെ ഈ സ്ട്രാറ്റജി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ സ്ട്രാറ്റജിയാണ്. ഇതിൽ തുടർച്ചയായി 40 SL വരാൻ പോസിബിലിറ്റി വളരെ കുറവാണെന്നുള്ളത് എനിക്കറിയാം. പോസിബിലിറ്റി ഓൺലി ദെൻ. അതും വരില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ എല്ലാ ആഴ്ച അപ്ഡേറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് ഒരു ചാൻസ് ഉണ്ട്. എങ്ങനെയാലും ഒരു 10 ട്രേഡിൽ എങ്ങനെയാലും ഒരു 1 2 ഒക്കെ ഇടയ്ക്ക് വരെ ടാർഗറ്റ് മിനിമം അടിക്കും എന്നുള്ളത് ഒരു കോൺഫിഡൻസ്. ഇപ്പോൾ തുടർച്ചയായി 10 ഒന്നും അറിയില്ല. ഫസ്റ്റത്തെ 10 SL പിന്നത്തെ 5 ടാർഗറ്റ് ആണോ നമുക്കറിയില്ല. 1 2 3 ഈ നമ്പേഴ്സ് ഇങ്ങനെ 20 വരെ എണ്ണി കഴിഞ്ഞാൽ അതിൽ എന്താണ് ടാർഗറ്റ്, എന്താണ് SL, ഏതാണ് പച്ചക്കത്ത്, ഏതാണ് ചുവപ്പ് കത്തുക എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലാത്ത മേഖലയാണ്. പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രാറ്റജിയിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് റിസൾട്ട് ഒരു കോൺഫിഡൻസ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതിൽ പറയുന്നത്. അപ്പോൾ മിനിമം അത്ര വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു പ്രഷർ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആളുകൾ 4 ട്രേഡ് SL അടിച്ചപ്പോൾ എനിക്ക് ക്യാപിറ്റൽ ഉണ്ടാവില്ലല്ലോ ട്രേഡ് ചെയ്യാന്നുള്ളപ്പോൾ. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു സ്ട്രാറ്റജിയിൽ ടാർഗറ്റിനെ ബുക്ക് ചെയ്യാനോ സ്റ്റോപ്പ് ലോസ് കൊടുക്കാനോ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ്. പിന്നെ കീപ്പ് അപ്ഡേറ്റിംഗ് ദ മാർക്കറ്റ് എന്ന് പറഞ്ഞില്ല, അത് നമ്മൾ മാർക്കറ്റിൽ പിന്നെ എന്താ പറയുക അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ വീക്കിലി മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റം നോക്കുക. കഴിഞ്ഞ ആഴ്ച എന്താ സംഭവിച്ചത്, കഴിഞ്ഞ ആഴ്ച എൻ്റെ സ്ട്രാറ്റജി പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയാൽ റിസൾട്ട് മാറ്റമുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ ദിവസവും. അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസം മൊത്തത്തിൽ അതിന് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഒരു ശനിയാഴ്ച ഇരിക്കുകയെ അതുവരെ തിങ്കൾ മുതൽ വെള്ളി വരെ മാർക്കറ്റിൽ എന്തൊക്കെയാണ് മാർക്കറ്റിൽ ഒരു മൊമെൻറ്റം, നോർമലി നമ്മുടെ സ്ട്രാറ്റജി അതേ സ്റ്റൈലിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ. ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ഞാനിത് സിമ്പിളായിട്ട് പറയുന്നത് അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ മാർക്കറ്റിനെ അറിയാലോ നിങ്ങൾക്ക്. ഈ മാർക്കറ്റിൻ്റെ വോളറ്റാലിറ്റി എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല, ബിഹേവിയർ ഒരുപോലെ ആയിരിക്കില്ല, സ്ട്രക്ചർ മാറിക്കൊണ്ടേയിരിക്കും. അപ്പ് ട്രെൻഡിലേക്ക് പോകുന്ന ഒരു സ്റ്റൈലായിരിക്കില്ല ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ് വരിക. ഇത് ഈ ഒരു വ്യത്യസ്തത മാർക്കറ്റ് നിലനിർത്താൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ മാർക്കറ്റിന് ലിക്വിഡിറ്റി വേണം. അപ്പോൾ എല്ലാ ടൈമിലും ഒരേ രീതിയിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്യുമ്പോൾ ലിക്വിഡിറ്റി കിട്ടാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് മാർക്കറ്റ് വ്യത്യസ്ത സ്വഭാവം മാർക്കറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബേസിക് നേച്ചറാണ്, അങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ മാറ്റത്തിനെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഒരു മെയിൻ പോയിന്റ് തന്നെയാണ്. ഓക്കെ. പിന്നെ മെയിനായിട്ട് നമ്മളിപ്പോൾ ഈ വീക്കിലി വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാ വീക്കിലും ആ വീക്കിലുള്ള എൻ്റെ ഒരു വ്യൂ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീക്കിൽ അടുത്ത ആഴ്ചയിൽ എൻ്റെ ഒരു വ്യൂ എന്താണെന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ബേസിക്കായിട്ട് അറിയാം, ഞാൻ ഒരു ഡെയിലി ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തു അതിൻ്റെ താഴേക്ക് വന്ന സമയത്ത് തന്നെ 3 ജൂൺ തന്നെ ഞാൻ ബുള്ളിഷാണ്. ഞാൻ നോർമലി അങ്ങനെയാണ്. ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുക്കുന്ന സമയത്ത് ബുള്ളിഷായിട്ട് അടുത്തൊരു സ്വിംഗ് ഹൈ വരെ ഞാൻ ബുള്ളിഷായിരിക്കും. അങ്ങനെയാണ് ഞാൻ നോർമലി ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു വീക്ക്ലി ഒരു ഐഡിയ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിനാരിയോ അറിയാലോ നിങ്ങൾക്ക്, യുദ്ധത്തിൻ്റെ കേസാണ്, മാർക്കറ്റിൻ്റെ ഒരു ഐഡിയ ഇല്ലാത്തൊരു സമയമാണ്. പക്ഷേ ഈ ഒരു സമയത്ത് 3 ജൂണിന് ഈ 2 ജൂണിൻ്റെ ഒക്കെ ലോ ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാൻ സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക്. കാരണം ഞാൻ എപ്പോഴും ഒരു സ്വിംഗ് ലോകളോ അല്ലെങ്കിൽ ഡെയിലി IDX ഏരിയകളൊക്കെ എടുക്കുന്ന സമയത്താണ് വാങ്ങാറുള്ളത്. ആ ഒരു പ്രകാരം ഞാൻ വാങ്ങിയിരുന്നു. അപ്പോൾ ഈ ആഴ്ച ഞാൻ മിക്കവാറും ബുള്ളിഷ് തന്നെ ആയിരിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു വീക്ക്ലി വ്യൂ. പിന്നെ എപ്പോഴും നിങ്ങൾക്കറിയാം ഞാൻ എല്ലാ ദിവസവും എൻ്റെ വീക്കിലി വ്യൂ എപ്പോഴും മൈൻഡിൽ ഉണ്ടാവാറുണ്ട്. ഒരു ചെറിയ പെർസെൻറ്റേജ് ഉണ്ടാവും ഈ ആഴ്ച ബുള്ളിഷ് എന്നുള്ളൊരു വ്യൂ എങ്കിലും കൂടെ. ഓരോ ദിവസവും മാർക്കറ്റിൽ വരുന്ന സമയത്ത് എനിക്ക് ആ ദിവസം ഒരു പ്ലാൻ ഉണ്ടാവുക. അപ്പോൾ മാർക്കറ്റ് അപ്പ് സൈഡ് ലിക്വിഡിറ്റിൻ്റെ മേലെയാണ് മാർക്കറ്റ് ഉള്ളെങ്കിൽ താഴേക്കായിരിക്കും ഞാൻ അധികം പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റിൻ്റെ താഴെ ഉള്ളെങ്കിൽ മേലേക്കായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് വലിയ റിസ്ക് റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവിടുന്ന് പോകുള്ളൂ, ഇവിടുന്ന് മേലേക്ക് പോകുള്ളൂ, മേലിന് താഴെ അങ്ങനെയൊന്നുമില്ല. നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടാൻ ഒരു ബേസിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തതാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അപ്പോൾ ഓരോ ആഴ്ചയിൽ വീക്കിലി ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിലും ഓരോ ദിവസം വ്യത്യസ്തമായ ഐഡിയകളിലാണ് ഞാൻ വരിക. എൻ്റെ ആഴ്ചയിലെ പ്ലാൻ ഇതാണ്. പിന്നെ അറിയാലോ, ഇപ്പോൾ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഇറാനിയൻ ഇസ്രായേലി അമേരിക്കൻ്റെ ഒക്കെ വിഷയം കൊണ്ട് ഇങ്ങോട്ടാ പോകുക എന്നുള്ളതല്ലാത്ത അവസ്ഥയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പക്ഷേ ഐഡിയസ് എടുത്തുകൊണ്ട് ബുള്ളിഷ് ആയിട്ടായിരിക്കും ഞാൻ ഉണ്ടാവുക ഈ ആഴ്ച. ഓക്കെ. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ വീഡിയോ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു എല്ലാ ആഴ്ചയിലെ എൻ്റെ ഒരു വീക്കിലി വ്യൂവും അതുപോലെ എൻ്റെ ഒരു ആഴ്ച ചെയ്ത ട്രേഡുകളും അവിടെയുള്ള എൻ്റെ ഒരു പിന്നെ മനസ്സ് എങ്ങനെ നിയന്ത്രിക്കുക എന്നുള്ള കാര്യങ്ങളും അതുപോലെ
ഈ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു, ജേർണലിങ്ങിന്, റിവാർഡ് ഇതൊക്കെ. ഇതിൻ്റെ ഓരോ ആഴ്ചയിലും നമ്മൾ ഇനി എല്ലാ ശനിയാഴ്ചയും വീക്കിലി പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നതോട് കൂടി തന്നെ ഈ ജേർണലിൻ്റെയും റിസ്ക് റിവാർഡിൻ്റെയും സൈസിൻ്റെയും ഇതിൻ്റെയൊക്കെ നമ്മൾ ഒരു ബ്രീഫായിട്ട് ഒരു എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പിന്നെ അതുപോലെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ഒരു എഫേർട്ട് ഇടണം, എങ്ങനെ എഫേർട്ട് ഇടണം, ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യും എല്ലാ ആഴ്ചകളിലും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കുറച്ച് ലൈക്കൊക്കെ ഒന്ന് അധികം വരട്ടെ, അപ്പോഴല്ലേ നമുക്കൊരു മോട്ടിവേഷൻ ആവുള്ളൂ. എല്ലാവരും ഒന്ന് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ബൈ, താങ്ക് യു.